നമ്മളെ ഇപ്പക്ക് ഒരു ചെറിയ സർപ്രൈസ്, നമുക്കത് ചെറിയ സർപ്രൈസ് ആണെന്ന് പറയാല്ലേ, പക്ഷെ അത് ഇപ്പക്ക് വലിയൊരു സർപ്രൈസ് തന്നെ ആയിരിക്കും അല്ലേ? ഇപ്പൊക്ക് കുറ്റിക്കാട്ടിട്ട് പോണം, ഒരു സാധനം വാങ്ങാണ്ട്. കുറ്റിക്കാട്ടിട്ട് പോണം, ഒരു സാധനം വാങ്ങാണ്ട്. ഏത് മൂട് പൊടി മൂട്. ഓൺലൈനിലോ നമ്മൾ അഫ്സലിനെ വിളിച്ചോണ്ടിരിക്കണ്ടോ, ഫോൺ എടുക്കില്ല. അഫ്സലിനെ വിളിച്ചാൽ അഫ്സൽ അർഷാദിനും പാട് ആഡ് ആയിക്കോളും. എടാ അർഷാദി ആഡായിക്കേ. വണ്ടിന്റെ ബാക്കിൽ ഇരുന്നിട്ട് ലേസ് തിന്നാണ് ഇവിടെ. ഞാനാ അറിയേണ്ടത്. ഞാൻ പിന്നെ വന്നില്ല. ഞാൻ ഇന്നലെ വന്നില്ല സംസാരിച്ചുകൊണ്ട് പോയതാ. ഞങ്ങളെ ചോദിച്ചു നിങ്ങളെ കണ്ടിയാ കാണിച്ചു കൊടുക്കണം. അവസരം എന്തായാലും ബ്ലാക്ക് ഇല്ല പോരെ, ബ്ലാക്കും ഇല്ല. അതേപോലെ തന്നെ അവൻ പറഞ്ഞ വേറെ ഒരു കളർ ഉണ്ടാവും ഇല്ല. അതിലാകെ 3 കളർ ഉണ്ടല്ലോ വരുന്നുള്ളൂ അല്ലേ? നമ്മള് വീട്ടിലെത്താനായിട്ടോ. ഇപ്പൊ അവിടെ ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. മഗ്‌രിബിന്റെ ടൈം ആകുമ്പോ ഫാദർ പള്ളിയിൽ. സൂപ്പർ. പിന്നെ കണ്ടോണ്ടിരിക്കുക ലൈവ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം ഗൈസ്, നമ്മളെ ഇന്നത്തെ ഒരു വ്ളോഗ് എന്താന്ന് വെച്ചാൽ നമ്മളൊരു 10 ഒരു എത്ര ഉണ്ടാവും ഇപ്പം? ഒരു 10 ദിവസമെങ്കിലായി ഉണ്ടാവും. ലാസ്റ്റ് ഇട്ട് തൻ്റെ അമ്മ ഇവിടെ പോയ നമ്മളെ ഗൾഫ് പോയ കൂടിയാണ്. പക്ഷെ അതിനുശേഷം ഒരുപാട് ഇനുവിൻ്റെ ബർത്ത്ഡേൻ്റെ വ്ളോഗൊക്കെ നമ്മൾ ഇടാണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്യാനുള്ളത് കൊണ്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് ലാഗായി ഇപ്പോഴും കിടക്കുകയാണ്. പക്ഷേ ഈ വ്ളോഗ് നമുക്ക് എന്തായാലും മസ്റ്റായിട്ട് ഇന്ന് ഇടണം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇപ്പക്ക് ഒരു ചെറിയ സർപ്രൈസ്, നമുക്കത് ചെറിയ സർപ്രൈസ് ആണെന്ന് പറയാല്ലേ, പക്ഷെ അത് ഇപ്പക്ക് വലിയൊരു സർപ്രൈസ് തന്നെ ആയിരിക്കും അല്ലേ? ഇപ്പൊക്കെ വലിയ സർപ്രൈസ് തന്നെ ആയിരിക്കും. സർപ്രൈസ് എന്താന്ന് വെച്ചാൽ ഇപ്പൊക്കെ നമ്മൾ നല്ലൊരു അടിപൊളി മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കാൻ പോവാ അല്ലേ? അപ്പോൾ ഇതിനുള്ള ഫണ്ട് എങ്ങനെ ആരോ തന്നതെന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മളെ അഫ്സൽ, എൻ്റെ അനിയന്, പിന്നെ അർഷാദ്, പിന്നെ നമ്മൾ 3 ആളും പാടെയാണ്. ഏറ്റവും കൂടുതൽ പൈസ നമ്മളെ അഫ്സൽ തന്നെയാണ് എടുത്തത്. ഒരു 10-12 ഫോണാണ്. പക്ഷെ അതിൽ ഒരു പകുതി പൈസയും അഫ്സലാണ് എടുത്തത്. പിന്നെ ബാക്കി എന്താ വെച്ചാൽ അർഷാദ് കുഴപ്പമില്ലാതെ പിന്നെ ഞാൻ തുച്ഛമായ വളരെ കുറഞ്ഞ ചിലവിലുള്ള പൈസകൾ. അപ്പോൾ എന്തായാലും വേണ്ടില്ല, എന്തായാലും നമുക്ക് ഫണ്ടും കാര്യങ്ങളൊക്കെ സെറ്റായി നമ്മളെ കൈമിലുണ്ട്. അപ്പോൾ നമ്മളിതാ ലോത്തോ ബാ. അപ്പോൾ എന്തായാലും വേണ്ടില്ല, നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. നമ്മൾ കുറ്റിക്കാട്ടൂരുള്ള നമ്മളെ സാംസങ് മൊബൈൽ ഷോപ്പാണ് നമ്മളെ മെയിൻ കണ്ടക്ട്. നമ്മളവിടേക്കാണ് പോണത്. അവിടെ നമ്മൾ മൊബൈലും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിരുന്നു. അപ്പോൾ നമ്മളിത് അങ്ങോട്ട് പോവുകയാണ് അല്ലേ? നമ്മളേതായാലും ഇവിടുന്ന് ഇങ്ങനത്തെ ഒരു വ്ളോഗും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ മൊബൈൽ ഷോപ്പിലെത്തുമ്പോഴും അവിടെ നിന്നുള്ള പരിപാടികളൊക്കെ എങ്ങനെയാണ് മൊബൈലിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ക്ലിയർ ചെയ്തിട്ട് എടുക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഏതായാലും വീഡിയോയിൽ കാണാം. അപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഗായ്സ്. നമ്മൾ മെല്ലെ താഴത്തേക്ക് പോയി നോക്കാം കേട്ടോ. ഈ സംഭവം ഇപ്പച്ചി ഇമ്മച്ചി എല്ലാവരും ഉണ്ട് താഴത്ത്. ഒത്തുവോ? എല്ലാവരും ഉണ്ട്. മുണ്ടണ്ട, നമ്മൾ ഒരു മുണ്ടാപ്രാണിയെ പോലെ ഇങ്ങനെ ഇറങ്ങി പോകണം. ഓൽക്കറിയില്ല, ഇപ്പക്കും ഉമ്മക്കും ആർക്കും അറിയില്ല മൊബൈൽ വാങ്ങിയെടുക്കാൻ പോകുന്ന കാര്യം. കാരണം വെച്ചാൽ ഇത് ഞാനും അഫ്സലും അർഷാദും ഇത്താത്തിയും എൻ്റെ താത്തിയും ബത്തും, ഞങ്ങൾക്ക് ഈ 4 പേർക്കല്ലാതെ വേറൊരാൾക്കും അറിയില്ല ഗൈസ് ഇങ്ങനെ മൊബൈൽ വാങ്ങിക്കൊടുക്കാൻ പോകുന്ന കാര്യം. അപ്പം എന്തായാലും വലിയൊരു സർപ്രൈസ് തന്നെ കിടക്കുകയാണ് ഗൈസ്. ബാ മെല്ലെ പോയി നോക്കാം. മെല്ലെ വണ്ടി എടുത്തിട്ട് വിടണം പത്തു. ബാ വാതിൽ പൂട്ടണേ. പൂട്ട് നമ്മൾ പോവാണ് ഗൈസ്. അങ്ങനെ ഇപ്പച്ചിതാ ഇവിടെ താഴ്ത്തണ്ട് കേട്ടോ. യാസിപ്പ വരൂ. അവപ്പം വരാം. നമ്മുടെ ബൈക്കിൽ പോവാ. ബലൂൺ വാങ്ങാം വരുമ്പോ. ഇപ്പൊ വാങ്ങാം. ഇഷ്യൂ എവിടെയല്ലേ? വേഗം പോയി വിളിക്ക്. ഒഴിവാക്കാൻ പറ്റിയ മാർഗം. ഹലോ
കൂടാൻ പോവാ പാല് പറഞ്ഞ നിർവഹിച്ചോ പോരൂ ബത്തുവോ വാ കുട്ടിയെ കൊണ്ടുപോയില്ല കുട്ടിയൊന്നും കൊണ്ടുപോയില്ല മുടിയത് പഠിക്കാതെ കേട്ടാ അതൊക്കെ മാതിരി മുടി വെട്ടണം എന്താ പോളും കുറ്റിക്കാട്ടിട്ട് പോണം ഒരു സാധനം വാങ്ങാണ്ട് കുറ്റിക്കാട്ടിട്ട് പോണം ഒരു സാധനം വാങ്ങാണ്ട് ഇനിയോ നമ്മ ചോദിക്കണ്ട എന്നൊക്കെ അമ്മ പോവാ അപ്പൊ കേറി എത്തോ ഓ പോരാ ഒരു സാധനം വാങ്ങാൻ പോവാ ഞാൻ മുടി വാരുന്നില്ല കേട്ടോ പത്തു മുടി വാരുന്നാണ് പക്ഷേ ഒരു എണ്ണമേക്കൊന്നുമില്ല ഇപ്പൊ ചിങ്ങ ചോദിക്കണ്ട എങ്ങോട്ടാ പോണത് എങ്ങോട്ട് രാവിലെ ഓവർ വർത്താനം പറയാനൊന്നുമില്ല എന്തിനാണ് വെറുതെ സീനാക്കണ്ടല്ലോ നമുക്ക് പോയി വെറുതെ ഒരു ഫോണൊക്കെ എടുത്ത് വരാം ഒരു വൈബ് ഏത് മൂഡ് പൊളി മൂഡ് അപ്പം ബോസ് അപ്പം ഗൈസ് നമ്മളിതാ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് കുറ്റിക്കാട്ടിലേക്ക് ബാക്കിയുള്ള പരിപാടികൾ നമുക്ക് അവിടെ നിന്ന് കാണാം. അപ്പൊ ഗൈസ് നമ്മളിത് ഓൺലൈനിലോ നമ്മൾ അഫ്സലിനെ വിളിച്ചുകൊണ്ടിരിക്കണ്ടോ ഫോൺ എടുക്കില്ല. അഫ്സലിനെ വിളിച്ചാൽ അഫ്സൽ അർഷാദിനും പാട് ആഡ് ആയിക്കോളും. നമ്മളെ കാറത് വെക്കും അവിടുത്തെ ഗൈസ് നമ്മളെ കാറ് ചെറിയൊരു ബാറ്ററി കംപ്ലൈന്റ് ആയി കിടക്കുകയാണ്. അഫ്സലിനും അർഷാദിനും കോള് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. നമ്മളേതായാലും ഇത് എടുക്കാൻ പോകുമ്പോ പക്ഷെ ഒരു ഫോൺ എടുക്കില്ല, ഓൺലൈനില്ല. എന്തായാലും നമ്മൾ വാങ്ങുമ്പോട്ട് തിരിച്ചു വിളിക്കാൻ മതിയാവൂല്ലേ? ഓൺലൈനിലോ ഓൺലൈൻ ഉണ്ടായിട്ട് ഒരു ഫോൺ എടുക്കില്ല, തിരക്കിലായിരിക്കും. ആരാ വിളിക്കണേ? അഫ്സല് വിളിക്കുന്നുണ്ട് ഗൈസ്, അഫ്സല് വിളിക്കുന്നു. അഫ്സലേ എടാ അർഷായി ഏടാക്ക് എങ്ങനെ? എടാ അർഷായിനെ ഏടാക്കടാ, ഞാൻ ഫോൺ വാങ്ങാൻ പോവാണ്. എന്നെ കാണുന്ന പോലും ഇല്ലല്ലോ. ഞാൻ ഏഡാക്കിണ്ടോ അർഷാദിനെ ഏഡാക്കി. അർഷാദ് കോൾ എടുക്കോ ഇല്ലെന്നൊക്കെ ആർക്കറിയാം. ചിലപ്പോൾ പണിയിലാണെങ്കിൽ എടുത്തലുണ്ട് അവിടെ. എങ്ങനെടാ എങ്ങനെ? എടാ ഈ പറയണതൊന്നും ഞാൻ കേൾക്കണില്ല. ഞാൻ വണ്ടിമേലാണ്, വണ്ടി സൈഡാക്കിയതാ അപ്പൊ ഈ വിളിച്ചപ്പോ. അർഷാദ് കോൾ എടുക്കില്ല കേട്ടോ. അപ്പൊ എൻ്റെ ചാർജ് അല്ലോ 2%
ഇതെന്താ തിന്നണേ? ഈ എന്താണ് തിന്നണ അതിന്റെ ഇടയില്? എന്താ പത്തുവോ ബേക്കിലിരുന്നിട്ട് ലൈസ് തിന്നണ അഫ്സലെ? വണ്ടിന്റെ ബാക്കിലിരുന്നിട്ട് ലൈസ് തിന്നാണ് ഇവിടെ. ഞാനാ അറിയേണ്ടത്. ഇതിപ്പോ വാങ്ങിപ്പോ ബാഗിലിട്ട് പൊന്നാട് അഫ്സൽ അഫ്സാൻ നേടാക്കി, അല്ലെങ്കിൽ നമ്മൾ പോട്ടലിൽ ചാർജ് ഇല്ല. ഞാൻ അടുത്തിട്ട് വിളിക്കാം. അങ്ങനെ മക്കളെ നമ്മളിതാ നമ്മളെ ഷോപ്പിലെത്തിയിട്ടുണ്ട് ഫോൺ വാങ്ങാനിട്ടാ. പത്തോ ഇതാണ് നമ്മളെ ഷോപ്പ്. പത്തോ ഇതെവിടെ വരുന്ന വെച്ചാൽ നമ്മളെ കുറ്റിക്കാട്ടൂര് യമാനിയ റോഡിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ? കുറ്റിക്കാട്ടൂര് യമാനിയ റോഡിന്റെ നേരെ ഓപ്പോസിറ്റ് ഇതാണ് നമ്മളെ ഷോപ്പ്. പോയേക്കാം. പോയേക്കാം. ബൈക്ക് ഞാൻ എടുക്കും. ഞാൻ അന്ന് പിന്നെ വന്നില്ല. ഞാൻ ഇന്നലെ വന്ന് സംസാരിച്ചുകൊണ്ട് പോയതാ. ഞങ്ങളെ ചോദിച്ചു നിങ്ങളെ കണ്ടില്ല. ഇപ്പൊ യൂസ് ചെയ്യാന് ഇതാക്കുക. സിൽവറും ഇതല്ലേ വരുന്നുള്ളൂ. സിൽവറിന്റെ ഡമ്മി ഉണ്ടോ അവിടെ? ഈ ബോക്സിൽ കാണുന്ന കളർ ആണോ? നല്ല കളറാണ്. പർപ്പിൾ ഓക്കെ. കളറിന്റെ ഒരു Y300 ഡെമോ ഉണ്ടോ അവിടെ? അല്ല ഇതല്ല ഇതിന്റെ. അല്ല ഇതാണ് സിൽവർ വരിക, ഇതാണ് പർപ്പിൾ വരിക. രണ്ടും നല്ല കളറാണ്. അഫ്സലിനെ വെച്ച് നോക്കണം. ഓൻ പറഞ്ഞ ബ്ലാക്ക് എടുക്കാൻ. പക്ഷേ ഇതിന്റെ ബ്ലാക്ക് ഇറങ്ങുന്നില്ല. പിന്നെ ഒരു കളറേ വരുന്നുള്ളൂ. ഗ്രീന്, വയലറ്റ്, പിന്നെ പർപ്പിള്. ഇതല്ലേ ഇതെന്തായാലും വേണ്ടല്ലോ. ഈ പച്ച കളർ എന്തായാലും വേണ്ടല്ലോ. പർപ്പിളോ അല്ലെങ്കിൽ സിൽവറോ? എന്തായാലും അല്ലേ മറ്റേ ഗേൾസിന്റെ ലുക്ക്. നമ്മൾ ഇതെടുത്തോളി. ഇതെടുത്തോളി. എടുത്തോളി. അതിന്റെ ഫുൾ സെറ്റ് ആയി കളി. മറ്റേ ബോക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് സിൽവറിൽ വേണം. സിൽവർ. സ്റ്റാൻഡേർഡ് കളർ. അതിന് കൂടെ തന്നെ ഒരു പൗച്ച് വരുന്നുണ്ട്. ഒരു പൗച്ച് എക്സ്ട്രാ പറഞ്ഞില്ലേ? ഗ്ലാസ് പൊട്ടിക്കണ്ട, കാരണം അതിന്റെ മേലെ ഓൾറെഡി ഒറിജിനൽ ഒന്നുണ്ട്. ഗ്ലാസ് ഒന്ന് ഞാൻ എക്സ്ട്രാ വെച്ചേരാ. ഇതിന്റെ മുകളിൽ ഒറിജിനൽ ഉണ്ട്. അതിപ്പോ പറിക്കണ്ട, ഒരാഴ്ച ചെക്കിങ്. അല്ല സാധനം ഉണ്ടോ? സാധനം കൂടെ ഉണ്ട്. ഇതിന്റെ മേലെ ഒന്നും ഉണ്ട് ഓൾറെഡി. ഇപ്പൊ ഒറിജിനലാണ്. ഒരു ഗ്ലാസ് ഞാൻ ഇവിടെ വെച്ചു തരാം. കാരണം വെച്ചാൽ ഇത് ഒറിജിനൽ നല്ല സാധനമാണ്. ഇപ്പൊ പറിച്ച് വെറുതെ കളയണ്ട. പിന്നെ അതുപോലെ ഒരു മാസം ഫോണിന് ഫുള്ള് ചെക്കിങ് ഗ്യാരണ്ടി ഇല്ല. ഒരു മാസം ഫോൺ എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ കമ്പനി തന്നെ മാറ്റി തരും. ഒട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ ഇത് നൂലാമല വെക്കണ്ടേ. ഗ്ലാസ് അഫ്സലിന് കാണിച്ചു കൊടുക്കല്ലേ? അഫ്സലിന് കാണിച്ചു കൊടുക്കണം. അഫ്സൽ എന്തായാലും ബ്ലാക്ക് ഇല്ല പോരെ. ബ്ലാക്കും ഇല്ല. അതേപോലെ തന്നെ അവൻ പറഞ്ഞ വേറെ ഒരു കളർ ഉണ്ട്. അതും ഇല്ല. ഇതിലാകെ 3 കളർ ഉണ്ടല്ലോ വരുന്നുള്ളൂ അല്ലേ? അല്ല ഓൻ പറഞ്ഞു ഹനിയനെ മറ്റേ വേറെ പച്ച മഞ്ഞ അങ്ങനെ വാപ്പക്കാരോട്. ഗ്ലാസ് വരുന്നത് ഇതിന്റെ ഉള്ളിൽ വെച്ചാൽ ഇത് ഡാമേജ് പ്രൊട്ടക്ഷൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യണോ? വീട് പൊട്ടിപ്പോകുന്ന എന്തെങ്കിലും ചെയ്യണോ? എങ്ങനെ? അത് പറഞ്ഞാൽ ഒരു കൊല്ലത്തിനുള്ളിൽ ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് അറിയാണ്ട് വീട് പൊട്ടിയത് ഡിസ്പ്ലേ LED ആണ്. അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. അത് ഇൻഷുറൻസ് ഡിസ്പ്ലേ റേറ്റ് ഉണ്ട്. ഏകദേശം 7 റുപ്യ ഡിസ്പ്ലേക്ക് വരുന്നുണ്ട്. അത് ഇൻഷുറൻസ് ചെയ്താൽ ഒരു കൊല്ലത്തേക്ക് പിന്നെ പേടിക്കേണ്ട. വീട് പൊട്ടിയാൽ ഫ്രീ ആയിട്ട് മാറ്റി കിട്ടും. അതിന് ഏകദേശം ഒരു 1500 രൂപ റേഞ്ചേ വരുന്നുള്ളൂ. നമുക്ക് ഇത്
ഇന്ന് എടുക്കുമ്പോൾ തന്നെ ചെയ്യണം. സിമ്പിൾ അത് നമ്മൾ ബില്ലടിക്കുമ്പോൾ തന്നെ ചെയ്യണം. എന്നാലും നിങ്ങൾക്ക് ലാഭം തന്നെയാണ്. കാരണം ഇതിപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 22 റേറ്റ് വരുന്നത്. അതിൽ 1500 രൂപ ക്യാഷ് ബാക്ക് ഡിസ്കൗണ്ട് പറഞ്ഞിട്ട് 20,500 ആക്കി. അത് ഇൻഷുറൻസ് ഇട്ടാൽ പോലും നിങ്ങൾക്ക് ആ ഫോണിൻ്റെ ഒറിജിനൽ റേറ്റേ ആവുന്നുള്ളൂ. പറഞ്ഞതാണ്, കാരണം ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. ഒരുപാട് കേസ് ഇവിടെ ഫോണിൽ വരലുണ്ട്. വീണ് പൊട്ടി പോയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ 1500 രൂപ എക്സ്ട്രാ ആഡ് ആക്കി കഴിഞ്ഞാൽ ഒരു കൊല്ലത്തേക്ക് പിന്നെ സംഭവിച്ചാലും ഡിസ്പ്ലേ മാത്രമല്ല ബോഡി ഇതൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും ഡാമേജ് ഉണ്ടാവില്ല. ഇവരാണെങ്കിൽ ഡിസ്പ്ലേ ഒക്കെ മെയിനായിട്ട് കംപ്ലൈൻറ്റ് വരുള്ളൂ. ഡിസ്പ്ലേ വീണ് പോട്ടെ, ഇനിയിപ്പോൾ ഒന്നും വേണ്ട, പൊട്ടിയില്ല എന്ന് ചോദിച്ചോ, ഡിസ്പ്ലേ ലൈനൊക്കെ വരും. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ എൻ്റെ ഫോൾഡ് ഇതിപ്പോൾ ഇന്ന് ഇന്ന് ഒരു അപ്ഡേറ്റ് ചെയ്തതാണ് ഫോൺ. സാംസങ്ങിൻ്റെ ഫോൺ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തപ്പോൾ ലൈൻ വന്നു. അപ്പോൾ കമ്പനി വിളിച്ചപ്പോൾ ഒന്നും ചെയ്യാനില്ല. 44,000 ഡിസ്പ്ലേ വാങ്ങിച്ചു. അങ്ങനെയൊക്കെ ഡിസ്പ്ലേ ലൈൻ ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പനി ഇത് ഫ്രീ ആയിട്ട് മാറ്റി കിട്ടും. ഫുൾ സെറ്റപ്പാണ്. അങ്ങനെ ഇട്ടാൽ പോലും നിങ്ങൾക്ക് ഒറിജിനൽ റേറ്റേ ആവുന്നുള്ളൂ. 22 തന്നെ ആവുന്നുള്ളൂ. ഇൻഷുറൻസ് പോയി ഒരു കൊല്ലത്തേക്ക് പേടിക്കണം. ഇപ്പം കയ്യിൽ നിന്ന് വീണ് എന്നാലും പോക്കറ്റിലേക്ക് കേൾക്കില്ല, ഇവിടെ കേൾക്കില്ല. പിന്നെ കഴിഞ്ഞ് വീണ് പൊട്ടി കഴിഞ്ഞാൽ പിന്നെ ടെൻഷൻ അടിച്ച് കാര്യമില്ല. ഡിസ്പ്ലേ കൂടെ നല്ല റേറ്റ് ഉണ്ട്. LCD ആണ് വലിയ റേറ്റ് ഇല്ല. 2000 ഉള്ളിൽ ഡിസ്പ്ലേക്ക് LCDക്ക് വരുള്ളൂ. LED ആണ് റേറ്റ്. സാംസങ് ആണെങ്കിൽ 12 രൂപ മേലെ വരും. ഓപ്പോ വ്യൂ ആണെങ്കിൽ 7 രൂപ 8 രൂപ ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞത്. ചെയ്തിട്ടാണല്ലേ. ഓക്കെ, ഒരു കൊല്ലത്തേക്ക് വീട്ടിൽ പോയിട്ടല്ല. ഒരു കൊല്ലത്തേക്ക് എന്തായാലും ഒരു തവണയെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് അറിയാതിരിക്കാൻ സംഭവിക്കും. അങ്ങനെ നമ്മൾ ടെൻഷൻ അടിക്കുന്നത്. സിമ്മ് കാര്യം നമ്മൾ വിട്ടു പോയിട്ടോ. പൗച്ച് ഞാൻ ചെയ്തു കേട്ടോ. പൗച്ചിന്റെ കൂടെ ഓൾറെഡി പൗച്ച് ഉണ്ടാവില്ലേ? ആ ഉണ്ട്, ഒരു പൗച്ച് ഞാൻ എക്സ്ട്രാ വെച്ച് ചെയ്തരാം. ഇന്നലെ പറഞ്ഞല്ലോ നമ്മള്. ആരുടെ പേരില്ല ബില്ല് നിങ്ങളെ പേരല്ലേ? പേരെന്താ? എൻ്റെ പേരിൽ അടിച്ചത് ജയ്സൽ. മൊബൈൽ നമ്പർ പറയും. 70 34 56 65 12. ഫോണിന്റെ ബില്ല് 21 22 തന്നെ അടിക്കുക. കാരണം ബില്ല് കുറച്ച് കുറയ്ക്കാൻ പാടില്ല എന്നാണ്. 22 തന്നെ കൊടുത്താൽ മതി. ബില്ല് അടിക്കുമ്പോൾ 22 21 അടിക്കണം. അതിന്റെ പേപ്പറോ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. ഇൻഷുറൻസിന് രണ്ടും ഞാൻ ചെയ്തു. ആ പേപ്പർ കയ്യിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ എൻ്റെ ഒരു ഫോട്ടോ ഉണ്ടായാലും മതി. ക്യാഷ് ആണോ ഗൂഗിൾ പേ ആണോ അല്ലെങ്കിൽ കാർഡോ? ക്യാഷും ആണ് ഗൂഗിൾ പേ ആണ്, രണ്ടും പാടെ ഉള്ളത്. ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ടില്ല, 18 മാസം ലോൺ ചെയ്യുമ്പോൾ അതിന്റെ സർവീസ് ചാർജ് എന്ന് പറഞ്ഞിട്ട് അതെ അവനെടുത്ത് പോയാൽ അവനെടുത്ത് പോയാൽ അഫ്സൽ ഷമീനെ വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ലല്ലോ. പോകുമ്പോൾ നമ്മൾ വിളിച്ചു നോക്കാം അല്ലേ? ബില്ലിന്റെ കൂടെ ക്ലിക്ക് ചെയ്ത് സാധനം വരുന്നത്. ഈ പേപ്പർ ഉണ്ടായാൽ മതി കയ്യിൽ. ഇത് നമ്മൾ 1 ഇയർ വേണോ കൈമിൽ? അത് ഇതിന് ജസ്റ്റ് ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ബില്ല് ഇവർക്ക് ബില്ല് 22 21 ഉൾപ്പെടുത്തിക്കുക. 20,500 ഫോണിന് 1500. ഒരു കൊല്ലത് കൈമ വേണമല്ലോ, എന്നാലേ ഫോണിൻ്റെ ഇത് മാറ്റി കിട്ടുള്ളൂ. ചാവി ആ ചാവിൻ്റെ ഇതിപ്പോൾ മറ്റേ ഇതായിട്ടാണ്, ഓഫറായിട്ടാണ്, ചെറിയൊരു ഓഫർ പ്രൈസ് ആയിട്ട്.
22 അല്ലേ? ബില്ലൊന്ന് കാണിച്ചോ. എത്രയുണ്ട്? ഷോപ്പിന്റെ കാർഡാണ്. ആ ഡിസ്പ്ലേൻ്റെ ഒക്കെ ഓക്കെ ഒന്നും പഠിക്കണ്ട. വാ. നമ്മളിതാ ഫോൺ എടുത്ത് അപ്പം ഇനി പോരേ പോവാട്ടോ. പോരേ പോയിട്ട് എന്താ പാടുന്നൊക്കെ നോക്കാം. അപ്പച്ചിൻ്റെ റിയാക്ഷൻ എന്താണെന്ന് നമുക്കറിയാം. എനിക്ക് തോന്നുന്നില്ല വലിയ സർപ്രൈസ് ആവുമോന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും പോയി നോക്കാം. അപ്പോൾ കയറി ഇപ്പോഴേ കൊടുക്കണം. എപ്പം ഉണ്ടോ നോക്കിയിട്ട് കൊടുക്കാം. വാ ഹെൽമെറ്റ് എടുക്കുക. ഇവിടെ ക്യാമറ ഉണ്ട്. ക്യാമറ ഫൈന് കൊടുക്കാൻ രാവിലെ ക്യാമറ എത്താനായി. എങ്ങനെയാണ് എത്താനായിട്ടോ? വാട്ടുപറമ്പെത്തി കേസ്. വാട്ടുപറമ്പെത്തി. അഫ്സർ ചോദിക്കട്ടെ, എന്താ വീഡിയോ എടുക്കണേ? ഇപ്പൊ ഗൈസ് നമ്മളിതാ വീട്ടിലെത്തിയിട്ട് ബാക്കി പരിപാടികളൊക്കെ നമ്മൾ സെറ്റ് ആക്കട്ടെ. വീട്ടിലെത്തിയിട്ട് നമുക്ക് ബാക്കി എങ്ങനെ എടുക്കേണ്ടതെന്നൊക്കെ നമുക്ക് സെറ്റ് ആക്കാം. പെട്ടെന്ന് ഫോൺ കൊടുക്കണോ എന്താണ് ഏതാണെന്ന് അറിയില്ല. അപ്പൊ നമുക്ക് ബാക്കിയുള്ളതൊക്കെ അവിടെ നിന്ന് കാണാം. ഗൈസ് അങ്ങനെ നമ്മൾ വീട്ടിലെത്താനായിട്ടോ. ഇപ്പൊ അവിടെ ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. മഗ്‌രിബിന്റെ ടൈം ആകുമ്പോൾ ഫാദർ പള്ളിയിൽ ഇല്ല അടുക്കായില്ല. ഇപ്പം ഇല്ല കേട്ടോ. ആ റൊട്ടേറ്റ് ആ ക്യാമറ റൊട്ടേറ്റ്. ഈ മുസ്തഫന്റെ അടുത്ത പണി മൊത്തം തീർത്തോ? എന്താ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ. എന്റെ അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായി പറയും? ആടെ ഫുള്ള് എടുത്തിച്ച് എന്റെ സാധനങ്ങളൊന്നും എടുത്തിച്ചില്ല. പരത്തിട്ട് ഞാനൊരു വ്ളോഗ് എടുക്കാനാണ് വേഗം പോയത്. അവരെനിക്ക് മാരൊക്കെ പറഞ്ഞു നിന്റെ വാപ്പ പള്ളിക്കാട്ടിൽ അബ്ദുളാണ്. മറ്റേ എങ്ങനെ ഒരു കോമഡി ഇല്ലേ, തിരേഷ് ഗോപി മാറിക്കോ. ഇതാ നമ്മളമ്മച്ചിതാ കൊറേ തിരുമ്പിയതൊക്കെ എടുത്തിട്ട് ഇതാ പോണ്ട് ട്ടോ അല്ലേ. നോക്ക് ദാദാ സുന്ദരി നീ വന്നു റജില, സുറമ വരച്ച പെണ്ണ് റജില, ചെമ്പകപ്പൂവിനൊത്ത നിറമാ. കേരളത്തേക്ക് കേരള ഈ കുളിച്ച് മാറ്റാത്ത എന്താ? ഇപ്പൊ എവിടെ പോയി? ഇപ്പൊ എങ്ങോട്ടാ പോയത്? ഇപ്പൊ പള്ളിക്കടയിലേക്കോ അല്ലെ പള്ളിയിലേക്കോ? പള്ളിയിലേക്ക്. അപ്പൊ സുന്ദരി നീ വന്നു റജില, സുറുമ വരച്ച പെണ്ണ് റജില, ചെമ്പകപ്പൂവിനൊത്ത നിറമാ. ആ ലൈറ്റ് ഇടി. ചെമ്പകപ്പൂവിനൊത്ത നിറമാ. ഞാൻ പോയരമ്മ, എനിക്ക് അർജന്റായിട്ട് വൈകി പോവാണ്ട് മുസ്തഫന്റെ അവിടെ. അവിടുത്തെ പണികളൊക്കെ ഒന്ന് തീർത്തിട്ട് ഞാൻ വരാം
കേട്ടോ. മുസ്തഫന്റെ അവിടെ പോയിട്ട് അവിടുത്തെ പണിയൊക്കെ തീർത്തിട്ട് വരട്ടോ. എന്നിട്ടൊക്കെ അപ്പുറത്തേക്ക് ഇപ്പച്ചി വരൂ. എന്നിട്ട് ചെയ്യാ ആ ആരോ മുസ്തഫന്റെ കല്യാണം ഈ മാസം ലാസ്റ്റാണുമ്മ. പെണ്ണിരുന്ന ചോദിച്ച പള്ളിക്കെന്നാണുമ്മ. പള്ളിക്ക ബസാറിന്ന് ബത്തുക. ഞാൻ പോയതായിരുമ്മ. എനിക്ക് കുറച്ച് പണിയുമ്പോൾ അബ്ബക്ക് ബാക്കിയുണ്ട്. അബ്ബക്ക് കുറച്ച് പണിയുമ്പോടെ ബാക്കിയുണ്ട്. ചോറ് വേണോ വേണ്ടോ നിൽക്കാമല്ലോ. മുസ്തഫ അവിടുന്ന് എന്തെങ്കിലും തന്നാൽ എനിക്ക് തിന്നാന്നേ ഉള്ളൂ. അല്ല ഡാൻസും കളിക്ക് അതെന്ന് കളിച്ച ഡാൻസും കളിക്ക്. അപ്പൊ നോക്കട്ടെ. ആ സൂപ്പർ അല്ല ഇങ്ങനെ കളിച്ച ഡാൻസ്. ഇഷ്ടമുണ്ട്. കൈ ഉണ്ടാക്കി മേലോട്ട് കൈ ഉണ്ടാക്കി ഇങ്ങനൊക്കെ ഉണ്ട്. എങ്ങനെ നോക്കട്ടെ കളിക്ക് നോക്കട്ടെ. ഞാൻ പോയാലും ഞാൻ പോയി ഞാൻ വരട്ടോ. അതിന്റെ പോലത്തെ പേര് വിളിക്കേണ്ടി ഓടാണ്. ഞാൻ പോവാണ്. ഞാൻ പോയി എന്താ കേടേ അനാപ്പ കാണുന്നുണ്ടാ അനാപ്പ കാണുന്നുണ്ട്. അത് ഞാൻ പോയിട്ടേ. അസ്സലാമു അലൈക്കും. ഇപ്പൊക്കുള്ള ഫോൺ എൻ്റെ കയ്യിൽ ഇപ്പോൾ താഴ്ത്തി ഇരിക്കുന്നുണ്ട്. എപ്പോഴും ഒന്നുമില്ല. എന്താണ് ഇവിടെ റിയാക്ഷന് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. എന്തായാലും ഈ ഫോൺ ഞാൻ കൊടുക്കാൻ പോവാണ്. അപ്പോൾ പറ്റി നമ്മുടെ എന്താണ് അഭിപ്രായങ്ങൾക്ക് എന്താണ് പറയുക നമുക്ക് നോക്കാം. കഷ്ടപ്പെട്ട് പൈസ ഉണ്ടായി നല്ലൊരു അടിപൊളി ഫോണായി. ഇങ്ങനെ പോയി 22,000 എന്തിനാണ് അയച്ചില്ല. ബാക്കി 4,000 ഞാൻ കിട്ടും. 22,000 തുറന്നുപോയിക്കോളി. ഈ പേപ്പർ എനിക്ക് എത്രയും പെട്ടെന്ന് 10 മണിയാകുമ്പോഴത്തേക്കും കുട്ടിക്കാലത്ത് എത്തിക്കണം. കൊണ്ട് പൈസ കൊടുക്കും. 1,500 രൂപയുടെ ചെറിയ അർത്ഥം പറ്റും. അത് വാങ്ങാൻ പോകണം. അത് വിളിച്ച് പറഞ്ഞ് ചെറുങ്ങനെ കൊടുക്കാം. വലിയ ഫോണും വെച്ച് കിട്ടാൻ പോവാണ്. സന്തോഷോ വലിയ ഫോണും വെച്ച് കിട്ടാൻ പോവാണ്. എല്ലാ സാധനവും മക്കളെ നയിക്കാൻ പോയിട്ട് ഒരു ഫോൺ കിട്ടിയല്ലോ. ആദ്യം ഇവളുള്ള പൈസ വല്ല കൂട്ടിയാ പറയണ്ട. ഞാനും കൂട്ടിയാണ്. ഇതൊക്കെ ഒക്കെ സെറ്റ് ആയി കളിട്ടോ. ഫോണിന്റെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ കളിയൊന്നും എനിക്ക് കളിക്കാൻ
ഇത്തത് ഇങ്ങനെ കളിക്കുന്നു കാണിക്കും, ഇത്തത് കളിക്കണമെന്ന് കാണിക്കും, ഇത്തത് കാണിച്ചു കൊടുക്കാനാ കുലിങ്ങ എങ്ങനെ ഇപ്പൊ വേഗം നോക്കി ഒക്കെ സെറ്റാക്കി. എല്ലാം 2 പൗച്ച് 2 ഗ്ലാസ് ചാർജർ എല്ലാ സാധനവും ഉണ്ടാവും. അതിലെ 2 പാത്ത് അടുത്തുള്ള കവറിടാം, അല്ലെ വീടാ വയ്യ. ഡെയിലി ഇങ്ങോട്ട് ഏഴായിട്ടേ അതുകൊണ്ടാ മോള് പാനിക്കാവും. ഇപ്പൊ മങ്ങിയല്ലമ്മ ജോലി നേരത്തെ മങ്ങിയ ഓരിപ്പോ സാധനം മങ്ങിയല്ല ഒരു പണി ഇരുപറങ്ങി ഇത് വിത്ത് LED നിങ്ങൾക്ക് ഫോൺ ഹാങ് ആവേണ്ട വേണ്ട. 128 GB ഇന്റർണല്, 8 GB റാം, എന്ത് വേണമെങ്കിലും ഇത്ര ഇതുപോലെ അറിയോ? ഇത് വന്ന് നമ്മൾ അറിയോ? ഒരു കൊല്ലം ഇതിനെ ഈ ഡിസ്പ്ലേക്ക് 7,800 ഡിസ്പ്ലേ ഡിസ്പ്ലേ. അപ്പോ ഒരു കൊല്ലം ഈ ഡിസ്പ്ലേ കഴിഞ്ഞാല് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാല് എന്താ ഇത് മാറ്റി കിട്ടും. അപ്പൊ 1500 രൂപ ഞാൻ എക്സ്ട്രാ പിന്നെ ഞാൻ കൊടുത്ത് ഇത് മാറ്റി കിട്ടുമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതിന്റെ ആവശ്യം എനിക്കില്ല. അതുപോലെ ഒന്ന് വീണാൽ പെട്ടെന്ന് അതിന്റെ മുകളിൽ വേറെ ഗ്ലാസ് വരുന്നത്. അതിന്റെ പുറമെ എനിക്ക് കുട്ടി കഴിയാണെങ്കിൽ അടുത്ത ഗ്ലാസ് അതിന്റെ കൂടെ ഒരു കോച്ച്, ഇതിന്റെ കൂടെ ഉള്ള കോച്ച്, അതിന്റെ കൂടെ ഉള്ള വേറെ കോച്ച്. അല്ല മറ്റേ 2 ഭാഗങ്ങളിലെത്തില്ലേ ആദ്യം കുട്ടിയായിട്ട് 2 ഭാഗങ്ങളും ഇതിന്റെ കിട്ടുമെന്ന് സിമ്മ് ഇടുക, ഏകദേശമൊക്കെ സെറ്റ് ആക്കുക. ഈ ഇതിന്റെ ആകപ്പാട് ഈ പച്ച കളർ, ഈ കളറ്, ഈ പച്ച കളറ്, ഈ കളറ്, ഈ പച്ച കളറ്, ഗ്രേ കളറ്, പച്ച കളറ്, പിന്നെ വേറെ കളറാണ് ഈ ചുവപ്പ് വരുന്നത്. അപ്പൊ അഫ്സിൽ ഇറങ്ങി അങ്ങനത്തെ കളറൊന്നും വേണ്ട, ഒന്നുകിൽ കറുപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ ഇറങ്ങിയത്. അപ്പൊ ഈ കളർ കിട്ടും. മറ്റേ സാധനം ഒറിജിനൽ ചാർജ് കിട്ടും. ഇത് ഇതിന്റെ സാധനല്ലേ അത് വരുന്നത്. മറ്റേ ഇത് ഗ്ലാസ് പൊട്ടി അതുപോലെ ഇതായി കഴിഞ്ഞാൽ വേറെ ഗ്ലാസ് പൊളിക്കാൻ ഇത് പൊളിക്കൂലേ? അത് പൊളിച്ചിലൊട്ടിക്കയില്ല മുകളില്. ഇത് നല്ല കട്ടിയില്ലല്ലോ, നല്ല കട്ടിയില്ലല്ലോ. കട്ടിണ്ടാവല്ലോ. ഇതിന്റെ ഗ്ലാസ് ഇതിന്റെ മുകളിൽ വേറെ ഷീറ്റ് ഉണ്ട്, എടുത്തിട്ട് ഒട്ടിക്കണം. അതൊന്നും ആവൂല. ഈ വലിയ 2 ഇഞ്ച് വേണം. ഇത് ആൾക്ക് കുറച്ച് കൊണ്ടാണ് ഷോപ്പ് ക്ലോസോ അതിന്റെ മുമ്പ് ആ പൈസ തിരിച്ചൊന്ന് വാങ്ങണം. കിട്ടുമോ? ആദ്യം അവരെ വിളിച്ചപ്പോൾ പറഞ്ഞില്ല. പിന്നെ അതല്ല, ഒരു കൊല്ലത്തേക്ക് ഞാൻ പിന്നെ എക്സ്ട്രാ 1500 പിന്നെ ഞാൻ കൊടുത്തു. അപ്പൊ പിന്നെ എനിക്ക് തോന്നി അതിന്റെ ആവശ്യമില്ല. കാരണം വെച്ചാല് ഫോൺ കൊണ്ടുപോയി ചെറിയ പൊട്ടിക്കൊന്നുമില്ലല്ലോ. നമ്മള് ശ്രദ്ധിക്കണം ഫോൺ എപ്പോഴും. മറ്റേ അവരുടെ വീടൊന്നും ആവില്ല. കാക്കര പോണാവില്ല, കാക്ക പോണ വയ്യല്ലേ, കാരണമൊന്നും ആയില്ല. വീട് പോലൊന്നും സംഭവിക്കൂലേ? സിമ്മൊക്കെ ഇല്ലല്ലോ. ഇത് ചാർജ് കേട്ടോ അതോരോട് ചോദിക്കാം. ഇരുവില്ലിട്ടാ പാടില്ല. ഇരുവില്ലിതാ ഇതിന്റെ വീട് ഫോൺ വാങ്ങിയാൽ മറ്റേ അത് 2 കൊണ്ടുപോയിട്ട് ഇതാക്കണം. ഇത് പോകണം. ഇത് 2 കൊണ്ടുപോയാൽ മതി. 22 പിന്നെ സാധാ ഫോണല്ല, സാധാ അല്ല, അത്യാവശ്യം നല്ലത്
എൽജിബി റാമി ഉണ്ടായാലേ 128 പൈസ വരും. അഫ്സലെ ഇതാ അപ്പച്ചിക്കുള്ള ഫോണൊക്കെ ഇവിടെ സെറ്റ് ആക്കിന് കേട്ടോ. ഈ റൂമിലെത്തി മോനെ. ഒക്കെ കൊടുത്തോണ്. എന്താ അഫ്സലിനെ പറഞ്ഞാളി. ഓക്കെ പറഞ്ഞാളിപ്പാ. ഓക്കെ ഓക്കെ സൂപ്പർ സൂപ്പർ. ആ പിന്നെ ഓതാ അങ്ങ് കണ്ടോണ്ടിരിക്കുക ലൈവ്. ഓൻ റൂമിലെത്തി ഉണ്ടാവില്ലല്ലോ. ഇല്ലല്ലോ റൂമിലേക്ക് ഇതാ നടന്നോണ്ടിരിക്കണ പോയിണ്ടാ. കുറ്റം പിടിച്ചാൽ എന്താ വേണം? കൈ കെട്ടി കൊണ്ടടി. എടുത്ത ചളി